ഡെസ്റ്റിനേഷൻ ഹണ്ടിങ്ങിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹൈക്കിംഗ് ആണ്, റാസൽ ഖൈമയിലെ കാനിയോൺസ് ഹൈക്കിംഗ് ആണ്. അപ്പോൾ ഇതാ ഇത്രയും പേര് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു സമയം 4 മണിക്ക് നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇനി കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളായി നമുക്ക് തകർക്കാം. അപ്പോൾ അതെ നമ്മളെ ട്രെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുറ്റുഭാഗം കണ്ടില്ലേ, ഇങ്ങനത്തെ ഉള്ള മൗണ്ടെയിനാണ് ഫുള്ള് നമ്മളെ ട്രെയിലിൻ്റെ ചുറ്റിലുള്ളത്. പിന്നെ ട്രാക്ക് എന്ന് പറയുന്നത് ഇതേ ഇങ്ങനെയുള്ള ട്രാക്ക്. അപ്പോൾ അവരിത് ലാസ്റ്റ് പിന്നെ ഒരു ഷെയ്ഡ് വരുന്ന ഭാഗം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കയറാനുള്ള പിന്നെ ഒരു വാദിയുള്ളത്. ആ ഒരു വാദിയിലേക്ക് എത്തിയതിന് ശേഷമാണ് പിന്നെ ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു ടൈം ഉണ്ടാവുക. നമ്മൾ ഇങ്ങനത്തെ ഒരു ഹൈക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കരുതേണ്ട വാട്ടറാണ്. ഒരു 3 or 5 ലിറ്റർ വാട്ടറെങ്കിലും നമ്മൾ കരുതണം. അതുപോലെ എനർജി ഡ്രിങ്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടെ തന്നെ വന്ന് 2 പേരിപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്, കാരണം കഴിയില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഇങ്ങനത്തെ ഹൈക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ സ്ട്രെക്കായി റെസ്ക്യൂ നടക്കുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ മുൻകരുതലൊന്നും ഇല്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ ഹൈക്കിംഗ് ഒന്നും ആരും ചെയ്യരുത്. ഫ്രണ്ട്സ്, നമ്മളിത് ഒരു ടോപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു വാദിയുണ്ട്. ആ ഒരു വാദി താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഹൈക്ക് ചെയ്തുകൊണ്ട് റിട്ടേൺ ലൂപ്പ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഒരു വാതിയിൽ നമുക്ക് തിരിച്ചിറങ്ങാനുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു വാതി വഴി താഴോട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഹൈക്കിംഗ് ഉള്ളത്. അപ്പോൾ സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇനി എത്രത്തോളം കിട്ടുന്നത് അറിയില്ല. മറ്റുള്ള ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വേ ഓഫ് ട്രാവലിൻ്റെ മുതലാളിയാണ്. ഇതുപോലെ ഹൈക്കിങ്ങിൻ്റെ ഒരുപാട് വ്ളോഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേ ഓഫ് ട്രാവൽ, അത് മാഡ് വ്ളോഗർ. ഇത് യൂട്യൂബ് ചാനൽ. വീണ്ടും യൂട്യൂബ് ചാനലില്ല. ക്രിസ്റ്റൽ അസീബ്. നമ്മളിത് നേരത്തെ കണ്ട വാതി ഉണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. സംഭവം സൺസെറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഇരുട്ടായി. ഇനി ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടി താഴേക്ക് ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കിങ് കംപ്ലീറ്റ് ആവും. നമ്മളിത് വാദിയിൽ ലാസ്റ്റ് നല്ലൊരു ഇറക്കമുണ്ട്. അത് കുറച്ച് റിസ്ക്കാണ്. അതൊന്നും ഇറങ്ങുന്ന കാഴ്ച നീ കാണുന്നത്. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഒന്നുമില്ല, നല്ല പതില്ല.
ഇടുമ്പോ സൂക്ഷിക്കണം എല്ലാവരുടെയും കയ്യിൽ ഫോൺ